താൻ തന്നെ കുഴപ്പമുള്ള സിനിമകൾ പറയുമ്പോൾ അതിനെന്താണ് കുഴപ്പം, നന്നായിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ് പറയുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഭർത്താവിൽ കുഴപ്പങ്ങൾ കാണാത്ത അല്ലെങ്കിൽ വിമർശിക്കാത്ത അത്രയധികം ആ സ്നേഹം അത്രയും അന്ധമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പേടിച്ചിട്ടാണോ എന്ന് അഭിമുഖകാർ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടിയും പറയുന്നു. അവർക്കിടയിലെ ബന്ധം അത് പലപ്പോഴായി പല അഭിമുഖങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷങ്ങളാണ്. ശ്രീനിവാസൻ ഇവിടെ തന്നെ ഉണ്ടാകും. കണ്ടനാട്ടെ വസതിയിൽ അദ്ദേഹം തന്നെ നട്ട് നനച്ച് വളർത്തിയ ചെടികൾക്കിടയിൽ, മരങ്ങൾക്കിടയിൽ അദ്ദേഹം ഉറങ്ങുമെന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായിരുന്ന, അല്ലെങ്കിൽ കാലങ്ങളോളം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സത്യൻ അന്തിക്കാട് ഇന്നലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അദ്ദേഹവും പ്രതികരിച്ചത്. എത്രയെത്ര ഓർമ്മകളായിരിക്കും. ഇരുവരും ഒരുമിച്ച് തയ്യാറാക്കിയ തിരക്കഥകൾ, സിനിമകൾ. മക്കൾ ധ്യാനും വിനീതും വിതയ്ക്ക് തീ കൊളുത്തുകയാണ്. ചിതയ്ക്ക് തീ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരളം യാത്രാമൊഴി നൽകുകയാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, നമ്മൾക്കിടയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ എന്നുമെന്നും നമ്മൾക്കിടയിൽ അദ്ദേഹം ജീവിക്കും. ഒന്നും ഒതുങ്ങിക്ക. ലബി അങ്ങനെ കേരളം വിട നൽകിയിരിക്കുന്നു ശ്രീനിവാസൻ എന്ന പ്രതിഭയ്ക്ക്. പക്ഷെ അദ്ദേഹം മടങ്ങുന്നില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പറയാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത്രത്തോളം ചേർന്ന് നിൽക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തോട് ശ്രീനിവാസൻ.
സ്മൃതി, എത്ര സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. അവസാന നിമിഷങ്ങളുടെയൊക്കെ ആ സങ്കടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഭാര്യയുടെ സങ്കടം, മക്കളുടെ സങ്കടം, പേരക്കുട്ടികളുടെ സങ്കടം, സത്യനന്ദിക്കാടിൻ്റെ സങ്കടം. താനില്ലാത്ത ഒരു ഫ്രെയിം പോലും പ്രിയപ്പെട്ട ശ്രീനിക്ക് വേണ്ട എന്നുള്ള നിർബന്ധ ബുദ്ധി പോലെ അദ്ദേഹം അവസാന ഫ്രെയിമിലും വന്ന് ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു. എത്ര സങ്കടം മലയാളിക്ക് നൽകിയാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തിലേക്ക്, അദ്ദേഹം നട്ടുവളർത്തിയ മരങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുകയാണ്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ എങ്ങനെ മടങ്ങിയാലും പ്രിയപ്പെട്ട ശ്രീനിവാസന് മലയാളികളുടെ മനസ്സിൽ നിന്നൊരു മടക്കമില്ലല്ലോ. അദ്ദേഹം നമുക്ക് പകർന്നു തന്ന ചിരിയും ചിന്തയും നർമ്മബോധവുമൊക്കെ മലയാളിയുള്ളിടത്തോളം, മലയാളമുള്ളിടത്തോളം നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം ബാക്കിയാക്കിയ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ഭാഷാ വൈഭവം കൊണ്ടും ചിന്താശേഷി കൊണ്ടും അദ്ദേഹം നിർമ്മിച്ചെടുത്ത വാർപ്പ് മാതൃകകളെ പിളർത്തിക്കൊണ്ട്, നെടുകെ പിളർത്തിക്കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചെടുത്ത കഥാപാത്രങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ, അതൊക്കെ എന്നും ഇങ്ങനെ മലയാളി ഉള്ളിടത്തോളം കാലാനുവർത്തിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങൾക്കാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ട ഭാര്യ എല്ലാ കാലവും പ്രണയിനിയായി കൂടെ വന്ന കാലം മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനം വരെ കയ്യിൽ മുറുകെ പിടിച്ച ഭാര്യ വിമലയുടെ സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഒടുവിൽ ചിതയിലേക്ക് എടുക്കുന്ന സമയത്തും നെഞ്ചിലേക്ക് തളർന്നു വീണ് കെട്ടിപ്പിടിച്ചു കരഞ്ഞ വിമലയെ ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ ധ്യാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടു. എത്രത്തോളം സ്നേഹവും എത്രത്തോളം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമൊക്കെ ശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്കിടയിൽ നിന്ന് അങ്ങനെ നടന്നു നീങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് അണയാത്ത ജനപ്രവാഹം. സിനിമാ രംഗത്തുള്ള, സാംസ്കാരിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ മാത്രമല്ല, വളരെ സാധാരണക്കാരായ ജനങ്ങൾ ഇടതടവില്ലാതെ, ഇടമുറിയാതെ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു. ഇന്നലെ മുതൽ കണ്ട ആ ജനപ്രവാഹം ഇന്നീ സമയവും ഇവിടെയുണ്ട്. ഇത്രയധികം സ്നേഹമുള്ള, ഹൃദയം മുഴുവൻ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനോടുള്ള സ്നേഹം ഒളിപ്പിച്ചു വെച്ച പ്രിയപ്പെട്ടവരെയൊക്കെ ഇവിടെ നിർത്തിയാണ് അദ്ദേഹം മടങ്ങുന്നത്.